ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യം. ഇയ്യോബിൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഇയ്യോബ് അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കുറിക്കപ്പെട്ട വചനം എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ച് കേട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ധാരാളം ആലോചനകളൊക്കെ കേട്ടു. ഇയ്യോബിനെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്, നീ നിഷ്കളങ്കനാകും, നീ നീതിമാനാകും, നീ ദോഷമൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന് മഹത്വം. അതേ വാക്ക് തന്നെ ഇയ്യോബിനെക്കുറിച്ച് സാത്താനോടും ദൈവം പറഞ്ഞു. ഇപ്പോൾ ദോഷമൊന്നും ചെയ്തിട്ടില്ലാത്തത് നിഷ്കളങ്കനും നിർദോഷിയുമായ ഒരു മനുഷ്യനോട് അവൻ്റെ സ്വന്തം ഭാര്യ ദോഷമായത് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കേണ്ടവളാണ്. നമുക്കറിയാം, ഇയ്യോബിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നഷ്ടങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ വരുന്നത്. കുഞ്ഞുങ്ങൾ, ആടുമാടുകൾ, സ്വത്തുക്കൾ, ദാസീദാസന്മാർ എല്ലാം സകലതും ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ കൊല ചെയ്യപ്പെടുന്നു, ഇല്ലായ്മയായി പോകുന്നു. അവയൊന്നും ഇനിയും ഇയ്യോബിനില്ല സ്വന്തമായിട്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ നാശങ്ങൾ വന്നിട്ടും ദൈവം ചില നഷ്ടങ്ങളെ എണ്ണി ഇയ്യോബിനോട് പറയുവാൻ ചില ദാസന്മാരെ ദൈവം ശേഷിപ്പിച്ചു. 2 കാര്യങ്ങളാണ് ദൈവം ശേഷിപ്പിച്ചത്. എന്താണെന്നറിയാം? ഒന്ന്, ഇയ്യോബിനോട് വന്ന്, നിനക്ക് ഇന്ന കാര്യങ്ങൾ നഷ്ടമായിപ്പോയി, നിന്നോട് ഇത് അറിയിക്കുവാൻ ഒരുവൻ മാത്രം തെറ്റി ഒഴിഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെ പലരും തെറ്റി ഒഴിഞ്ഞു വന്ന് ഇയ്യോബിനോട് ഗുണമല്ല സംസാരിക്കുന്നത്, അവൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇയ്യോബ് വളരെ സങ്കടത്തോടുകൂടെ സഹിച്ചു. ഇയ്യോബ് ഒന്ന് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. അതിൻ്റെ അർത്ഥം, യഹോവ ഇതൊക്കെ തരുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാലിയായ ഒരു കൈയോടുകൂടിയാണ് ഞാൻ ജീവിച്ചിരുന്നെങ്കിലും ഇതൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, കുഞ്ഞുങ്ങൾ സഹിതം. എന്നാൽ ഈ കുഞ്ഞുങ്ങളെയും ദൈവം പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാം ശത്രു എടുത്തുകൊണ്ട് പോയിട്ടും ദൈവം പരിപാലിച്ച് അവൻ്റെ ഭവനത്തിൽ വെച്ചിരുന്നത് അവൻ്റെ ഭാര്യയാണ്. അവൻ എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ഭാര്യ ഇപ്പോൾ ദോഷമായിട്ടാണ് അവനെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വം, ഒരു കുടുംബം, ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിൽ അവൻ്റെ കഷ്ടതയിൽ അവനോട് കൂടെ നിൽക്കേണ്ടവളാണ്. അവൻ്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കുകളാൽ അവൻ വേദനിച്ചിരിക്കുന്ന സമയം അവനോട് പറയുകയാണ്, നീ ഇപ്പോഴും ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം കർശനമായ കുടുംബ പ്രാർത്ഥന ഉള്ള ഒരു വീട്. ആരാധന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിന് യാഗം കഴിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും യാഗം കഴിക്കുവാൻ മടിയില്ലാതെ, ഒരു വീഴ്ചയും വരുത്താത്ത സമയത്തിന് തന്നെ യാഗം കഴിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇയ്യോബ് സമ്പന്നനായിരിക്കുമ്പോൾ വന്ന ഭാര്യയാണ്. അവൻ്റെ കഷ്ടതയിൽ വന്നുകൂടിയവളല്ല. അവൻ്റെ ചെറുപ്പകാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ദൈവമാണ് അവനെ സമ്പത്തും കുഞ്ഞുങ്ങളും എല്ലാം ഏൽപ്പിച്ചത്. അവന് സമ്പത്തൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഈ ഭാര്യ അവൻ്റെ വീട്ടിൽ വന്നത്. അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടായെന്നുള്ളതൊന്നും അവൾക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവളുടെ മുൻപിൽ നിന്ന് അവളുടെ കുഞ്ഞുങ്ങൾ സഹിതം ഇവൻ്റെ ഭക്തി നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ആശ്വാസം പറയേണ്ട ഒരു വ്യക്തി വന്ന് അവനോട് പറയുകയാണ്, നീ ഇനിയും ഇത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 2-3 പ്രശ്നങ്ങൾ അവൾക്കുണ്ട്. ഒന്ന്, സന്ധ്യയായി കിടന്നുറങ്ങാൻ തുടങ്ങുമ്പോൾ മുതൽ ഇവനങ്ങ് കൂർക്കം വലി തുടങ്ങും. അതാണ് ഇയ്യോബ് പറയുന്നത്, എൻ്റെ ശ്വാസം പോലും എൻ്റെ ഭാര്യയ്ക്ക് വെറുപ്പായിരിക്കുന്നു. അതിനുശേഷം താനൊരു പൊണ്ണത്തടിയനാണ്. തൻ്റെ കൂട്ടുകാർ വന്ന് പറയുന്നു, പൊണ്ണത്തടിയന്മാരും വിവേകം പ്രാപിക്കും, നീയോ പ്രാപിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൊണ്ണത്തടി ഒരു പ്രശ്നമാണ്, അതിൻ്റെ കൂടെ അവൻ്റെ കൂർക്കം വലിയൊരു പ്രശ്നമാണ്. ഭവനത്തിൽ അങ്ങനെ ഒരു തർക്കം, ഒരു വൈരുദ്ധ്യത നിലനിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അവസാനത്തിൽ ഈ കഴിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇവൻ്റെ ഭാര്യ വിചാരിച്ചു, ഒരു പക്ഷെങ്കിൽ ഇവനും അങ്ങനെ അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ പോകുന്നില്ല.
ഇവർ രണ്ടുപേരും കട്ടക്കട്ട നിൽക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോബിൻ്റെ ജീവിതത്തിൽ യോബ് പറയുന്ന നമ്മൾ വായിച്ചതായ വാചകത്തിൻ്റെ ഒടുവിൽ ഇതിൽ ഒന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അവസാനത്തെ പരീക്ഷ അധരങ്ങളാൽ പാപം ചെയ്യുന്നതായ സ്റ്റേഷൻ നമ്മുടെ സ്വന്തം വീടാണ്. നമ്മുടെ വീട്ടിലാണ് നമ്മൾ അധരങ്ങളാൽ പാപം ചെയ്യുന്നത്. കൂടുതൽ തെറ്റുകൾ സംസാരിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പള്ളു പറയുന്നത്, അബദ്ധങ്ങളൊക്കെ സംസാരിക്കുന്നത് ഭവനത്തിലാണ്. അതാണ് യോബിൻ്റെ അവസാനത്തെ പരീക്ഷ ഭവനത്തിൽ. വയലിലും അവൻ്റെ സമ്പത്തിലും കുഞ്ഞുകുട്ടികളിലും ഒക്കെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. അവൻ്റെ സ്വന്തം ശരീരത്തിലും പരീക്ഷ കഴിഞ്ഞു. അവസാനത്തെ ക്ലാസ് മുറിയിലേക്ക്, ഫൈനൽ പരീക്ഷയിലേക്ക് യോബ് എത്തിയിരിക്കുകയാണ്. വാക്കുകളിൽ തെറ്റുന്നുണ്ടോ? അവൻ്റെ വാക്കുകൾ, അവൻ്റെ കൂട്ടുകാർ, സ്നേഹിതരൊക്കെ വന്നപ്പോൾ അവൻ തറുതല പറഞ്ഞു. അതൊക്കെ ദൈവം അങ്ങ് വിട്ടു. ഒടുവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നൽകുന്നാൽ മതിയല്ലോ. പക്ഷെങ്കിൽ യോബിൻ്റെ ഭവനത്തിൽ പരീക്ഷ ആരംഭിച്ചു. മറ്റാരുമല്ല പരീക്ഷയിടുന്നത്, സ്വന്തം ഭാര്യയാണ്. അവൾ പറയുകയാണ്, ഇനിയും നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ ഭക്തി കണ്ട് കണ്ട് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോബോ അതിലൊന്നിലും തൻ്റെ അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്, നമ്മുടെ ഭവനത്തിൽ നാം വാക്കുകൊണ്ട് തെറ്റിപ്പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യുവാനുള്ളതായ ഏറ്റവും വലിയൊരു ശിക്ഷാപാഠവും നമ്മുടെ ഭവനത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. നോക്കൂ, അത്രയും സമ്പത്തുകളും കുഞ്ഞുങ്ങളും ഒക്കെ പോയപ്പോഴും ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഏക്കാതെ പരിഹാസിയായ നിന്ദിക്കുന്നവളായ ഭാര്യയെ ദൈവം അവിടെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അവളോടും അവനെ നിന്ദിക്കുന്നവരോടെല്ലാം ദൈവം ഒരു പ്രാവശ്യം കൂടെ സാക്ഷ്യം ദൈവത്തിന് കൽപ്പിക്കാനുണ്ട്. ദൈവം സർവശക്തനാണെന്ന് അവനിൽ കൂടെ തെളിയിക്കണം. ദൈവത്തിന് മഹത്വം. യോബ് പറയുന്നു, ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കാണും. ആരെ കാണും? ദൈവത്തെ കാണും. ദൈവത്തെ മാത്രമല്ല, ദൈവം സർവത്തിനും മതിയായവനെന്ന് നഷ്ടപ്പെട്ടത് മുഴുവനും എനിക്ക് തിരിച്ചു തന്നുകൊണ്ട് ഞാൻ എൻ്റെ സമ്പന്നതയിലും ദൈവം എനിക്ക് മതിയായവനെന്ന് ഞാൻ ഏറ്റുപറഞ്ഞ അതേ വാചകം വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ ഒരു സാഹചര്യം കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. കൂട്ടുകാരോടും എതിർത്ത് പറയുന്നവരോടും പരിഹസിക്കുന്നവരോടും ഒക്കെ തറുതല പറഞ്ഞുകൊണ്ടിരുന്ന യോബിനോട് ദൈവം ഒടുവിൽ പറയുകയാണ്, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. യോബിൻ്റെ ഭാഗത്തുണ്ടായിരുന്നതായ ഒരു വലിയൊരു പോരായ്മയായിരിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോബ് മുതിർന്നില്ല. ആദ്യം താൻ മാത്രം നീതിയുള്ളവനെന്നും ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനുമെന്ന് യോബ് കണ്ടു കാണും. അവരെക്കാൾ ശ്രേഷ്ഠരെന്ന് കണ്ടു കാണും. ദൈവം അവനെ താഴ്ത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവനെ നിയോഗിക്കുക. ആ നിയോഗത്തിൻ്റെ ഒടുവിൽ ദൈവം അവന് നഷ്ടപ്പെട്ടതൊക്കെയും മടങ്ങുകളായി ദൈവം അവന് കൊടുത്തു. നന്മകളെ കാണുമാറാക്കി, ശ്രേഷ്ഠതകളെ കാണുമാറാക്കി, സമ്പത്തിനെ കാണുമാറാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് യോബിന് കൊടുത്ത സമ്പത്തിനെ കുറിച്ചോ യോബിന് നഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചോ അതൊന്നുമല്ല ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളത്. നമ്മുടെ ഭവനത്തിൽ വാക്കുകൊണ്ട് നമ്മൾ തെറ്റുവാൻ സാധ്യതയേറുന്നു. നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് സ്വന്തം ഭാര്യ ആശ്വാസമായിരിക്കേണ്ടവളാണ്. ആശ്വാസവും ശുശ്രൂഷയും കൊടുക്കേണ്ടവളാണ്. അവളെങ്ങനെ സംസാരിച്ചുകൂടാ. പക്ഷെങ്കിൽ അവൾ തിരിഞ്ഞ് സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറിക്കൂടാ. തെറ്റ് സംസാരിക്കരുത്. യോബ് തൻ്റെ വാക്കുകളിൽ ഒന്നിലും അവിടെ പതറാതെ ഉറച്ചെന്നും അവളോട് പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെയാണോ നീ സംസാരിക്കുന്നത്? നമ്മൾ ദൈവത്തിൽ നിന്ന് ധാരാളം നന്മ പ്രാപിച്ചിട്ടില്ലേ എൻ്റെ സഹോദരി ഭാര്യയെ? നമ്മൾ പ്രാപിച്ചതെല്ലാം ദൈവത്തിൽ നിന്നല്ലേ? അല്പം തിന്മ കൂടെ നമുക്ക് പ്രാപിക്കാം. അങ്ങനെ ആശ്വാസം കൊണ്ട് അവളെ താങ്ങി. ഒരു പൊട്ടി പോലാണ്, നിന്റെ കയ്യിലുള്ള ബുദ്ധികേടാണ് ഈ സംസാരിക്കുന്നതെന്ന് സ്നേഹഭാവത്തിൽ അവളോട് പറഞ്ഞു. ആ വാക്കുകൾ അവളെയും ദൈവസന്നിധിയിൽ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി കാണും. ദൈവത്തിൻ്റെ നന്മയെ കാണുവാൻ അവൾക്കും ഭാഗ്യം കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തിയതുപോലെ വാക്കുകളുടെ തെറ്റൽ ഭവനത്തിൽ ഉണ്ടാകാതെ ഒരു നിഷ്കളങ്കതയുടെ ജീവിതം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് ഏവർക്കും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.